എന്റെ ദൈവമേ, ഇത് എന്തൊരു മഴയാണെന്നാ. ഇതുപോലൊരു അളിഞ്ഞ മഴ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ എന്റെ കുട്ടിക്കാലത്ത് എന്ത് രസമായിരുന്നെന്നറിയാവോ? ആ മഴക്കെടുതിൽ കുടുംബത്തിലെ 99% അങ്ങ് പോയി. അയ്യോ, ഇപ്പൊ 100% തികഞ്ഞാന്. ഞാനിത് ആരോട് പറയാനാ? ഇതുപോലൊരു ഇടിയും മഴയുള്ള സമയത്ത് എനിക്കൊരു മസാല ദോശ തിന്നണമെന്നൊരാഗ്രഹം. അത് കേട്ട പാതി കേൾക്കാത്ത പാതി എൻ്റെ ഉഴപ്പറനൻ ആ മഴ സമയത്ത് ഇറങ്ങി ഒരൊറ്റ പോക്കായിരുന്നു. ആ ഗ്രിൽ ചിക്കൻ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളു. ഇതല്ല കന്നിമാസമാണോ കർക്കിടക മാസമാണോ? പട്ടി കരഞ്ഞോണ്ട് ഓടുന്നു. എന്റെ അമ്മ എനിക്ക് ഓണത്തിന് മേടിച്ച അതെന്റെ ഷർട്ട് ചെയ്ത് വിടറ. എന്തായാലും നിന്നെ ഞാൻ വിടൂല. എന്തായാലും കല്ല് കറിയൂടാ. ഞാൻ കല്ല് കറിയൂടാ. എന്റെ അമ്മ എനിക്ക് ഓണത്തിന് മേടിച്ചു തന്ന കല്ല് താഴെയിടറ. എന്നെ പിന്നെ സെന്റിമെന്റ്സ് ആക്കി ഓണത്തിന് കല്ല് മേടിച്ചു. എന്തോടാ നിന്റെ പേര്? കുമാരൻ. കുമാരാ, ചമ്പം പറ. അത് എനിക്കറിയോ, തല്ലായിട്ട് ഓടിക്കുന്ന അവനല്ലേ, അവനോട് ചോദിക്ക്. എല്ലാ മോനെ കാര്യം പറ. അവള് പോയി. അതിനാണോടെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തല്ലുകൂടുന്നത്? എല്ലാ അദ്ദേഹം അല്ലേ തീരുമാനിക്കേണ്ടത്? എന്തോന്ന് അമല് പോയെന്ന് പറഞ്ഞു. അവൻ മോനെ പോട്ട്. ഞാൻ അതാണ് പറഞ്ഞത്. അതല്ല പറഞ്ഞത്. 5 വർഷം സ്നേഹിച്ച എന്റെ കാമുകി ഗൗരി, അവളെ അവൻ വളച്ചെടുത്ത അമ്മൂമ്മേ. എങ്ങനെ? ഞാനും അവളും കൂടെ പ്രേമിച്ചോണ്ടിരുന്ന സമയത്തൊന്നും പിണങ്ങി. അപ്പൊ അവന്റെ ഞാൻ ഒരു ലെറ്റർ കൊടുത്തു വിട്ട്, അത് കൊടുത്തിട്ട് ഇവൻ വളച്ചെടുത്ത്. മിനിമം ഒരു പെണ്ണൊരു ലെറ്റർ കൊടുക്കുമ്പോൾ അത് എഴുതിയവന്റെ പേരെന്താണല്ലോ എഴുതി വെക്കണം. ഞാൻ കൊടുത്തപ്പോ അവള് വിചാരിച്ചു ഞാൻ കൊടുത്ത ലെറ്റർ ആണ്, അതുകൊണ്ട് അവൾ എന്നെ കൊടുത്ത് പോന്നു. എടാ, അപ്പൊ നിനക്ക് സത്യം അറിയായിരുന്നല്ലോ, നീ എന്നാ പറഞ്ഞു മനസ്സിലാക്കാഞ്ഞ്? സത്യം അറിയായിരുന്നു, എന്നാലും കളഞ്ഞു കിട്ടിയ ലോട്ടറിക്ക് 1 സമ്മാനം അടിച്ചാൽ ആരെങ്കിലും വെറുതെ കളയും. മണിക്കൂർ ചേട്ടൻ കാര്യം പറയടാ എന്നോട്. അമ്മമ്മയ്ക്ക് അറിയാവോ, 15 വർഷം മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ കാത്തിരുന്നിട്ടാ എനിക്കൊരു പെണ്ണ് സെറ്റായത്. ആ പെണ്ണിനെ അവൻ വളച്ചെടുത്തത്. അയ്യേ, അവൾക്ക് വേണ്ടിയാണോ നീ ഇത്ര നാൾ കാത്തിരുന്നേ? എടാ, അവളെ കാണാൻ കൊള്ളത്തില്ലടാ. ഞാൻ പിന്നെ മമ്മൂട്ടിയാണല്ലോ. എടാ പുല്ലേ, ഊട് പറഞ്ഞേ. എന്റെ ഗൗരി എനിക്കറിയത്തില്ല. എന്റെ ഗൗരി എനിക്കറിയത്തില്ല. എന്റെ ഗൗരി ഞാൻ പറയാം. ആ ഗൗരി ഇപ്പൊ 10-30 പേരായിട്ട് ഇപ്പൊ ഇവിടെ അങ്ങോട്ട് പോയുള്ളൂ. കണ്ടോ, ഇപ്പൊ കേറി വന്ന അമ്മൂമ്മയ്ക്ക് വരെ അറിയാടാ അവളുടെ സ്വഭാവം എന്നാന്ന്. 1-2 പേരല്ല, 10-30 പേരുമായിട്ട് പോയെന്ന് ഗൗരി. ഈ പെട്ടടാ മണ്ണെണ്ണ കന്നാസേ. എടാ നാറി, നിനക്കെന്താടാ പ്രാന്താ? എടാ ഗൗരി ബസ് ഇപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് പോയെന്നാ പറഞ്ഞേ. ബസിന്റെ കാര്യമാണ് പറഞ്ഞത്. അന്റെ ഈ കൈയിടലിക്ക് എനിക്ക് ഞാൻ പോയി. നീ എന്തിനാടാ കരയുന്നത്? എന്റെ ആത്മാർത്ഥ സൗഹൃദത്തിന് അമ്മച്ചി അവൻ ഇത്ര നേരമായിട്ട് ചോദ്യം ചെയ്തോണ്ടിരിക്കുന്നത് കണ്ടാടാ. അവന്റെ സ്നേഹം കണ്ടോ, നിന്നോടുള്ള സ്നേഹം അമ്മച്ചിക്ക് അറിയാമോ? നോക്കാം. അയ്യോ, എന്തുവന്ന് പിന്നെ കരയാൻ പറഞ്ഞു. നീ എന്നാ തിരിഞ്ഞു നോക്കുന്നത്? അല്ല, ഈ പറഞ്ഞതിനുള്ള 1000 രൂപ കിട്ടുമോ നോക്കിയത്. അതാണോ ഞാൻ പറഞ്ഞത്? എന്റെ അമ്മച്ചി എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. അമ്മച്ചി, പണ്ട് ഇവന്റെ കാലൊടിഞ്ഞ് കാലിൽ പ്ലാസ്റ്റർ ഇട്ട് കമ്പിയിട്ട് കടന്നപ്പോ എല്ലാ ദിവസവും വൈകുന്നേരം ഇവനെ കാണാൻ വേണ്ടി ഇവന്റെ വീട്ടിൽ ഞാൻ പോകുമായിരുന്നു. അതായിരുന്നടാ എന്റെ സ്നേഹം. ശരിയാ, അതവന്റെ സ്നേഹമായിരുന്നു. ആ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞ എപ്പോഴാണെന്നറിയോ? ആ പ്ലാസ്റ്റർ ഊരാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ ചെന്നപ്പം 4 കെട്ട് ബീഡി, 3-4 ബബിൾ ഗം, നാനയുടെ ഒരു സെൻട്രൽ പേജ്, ഇതൊക്കെ എപ്പോ കൊണ്ട് നീ അതിന്റെ അകത്ത് വെച്ചടാ? അത് നീ ഉറങ്ങിക്കിടന്ന ഗ്യാപ്പിൽ തഞ്ചത്തിലൊന്നും തിരികെ കയറ്റാൻ. ഉറങ്ങിക്കിടന്ന ഗ്യാപ്പ് അമ്മമ്മക്ക് അറിയാവോ? ഞാൻ ഇവനും കൂടെ ആ കവല വഴി പോയി കഴിഞ്ഞാൽ വല്ല ആക്രിക്കാർ പോവാണെങ്കിൽ ഞാൻ ഓടി പെരക്കാത്തിരിക്കും. അതെന്താ മോനെ? കാശിന് വലിയ ആവശ്യം വന്നാൽ ആരറിഞ്ഞ് ഇവനെ കാലിലെ കമ്പി ഊരി വെക്കത്തില്ലെന്ന്. നീ പറഞ്ഞതിന്റെ ലോജിക്ക് മാത്രം എനിക്ക് മനസ്സിലായില്ല.
ദാറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. അങ്ങനെങ്കിൽ ഷെയർ ഞാനിവിടെ എന്നോട് കൂട്ടു. എന്തിന്റെ? ഈ ബണ്ണ് ബിസിനസിന്. പിന്നെ മണ്ണിട്ട് ഞാൻ ഇടി മഴയൊക്കെ വരുന്നത് അവിടുന്ന് ഇവിടെ കാണാൻ വന്നിരിക്കും. എന്റെ പൊന്നമ്മച്ചി അമ്മച്ചിക്ക് ഞങ്ങളെ അറിയാൻ പാടില്ല കേട്ടോ. ഇതിനെക്കാളും വലിയ ഇടിയും മഴയുള്ളപ്പോ കണ്ടെത്തി ക്രിക്കറ്റ് കളിച്ചവന്മാരാണ് ഈ കുമാരനും ഈ ആഷിഖ് പട്ടിത്താനും. അല്ലേ ആഷിഖ് പട്ടിത്താനും? അതെ കുമാർ. യെസ്. എന്ത് പറ്റി? ഇടി വെട്ടി. എടാ ഇതാ പറഞ്ഞ മൂത്തോരി വലിയ മുതനെല്ലിക്ക ആദ്യം കഴിക്കും, എന്നിട്ട് പിന്നെയും കഴിക്കും, പിന്നെയും കഴിക്കും, എന്നിട്ട് അത്രേ ഉള്ളൂ. ഇതിന്റെ അകത്ത് എവിടെ കൗണ്ടർ? പറയുന്നതിനെല്ലാം കൗണ്ടറെ ഉണ്ടാക്കി തരാൻ പറ്റുമോ? അതൊക്കെ പോട്ട്. അമ്മച്ചി ഇതിപ്പോ എവിടെ പോണ്? അയ്യോ അമ്മച്ചി കാശി രാമേശ്വരം വരെ തീർത്ഥാടനത്തിന് പോവാ മോനെ. ചെറുപ്പം മുതലേ ഈശ്വര വിശ്വാസം. ഇപ്പൊ പ്രായം കൂടിയപ്പോ ഉണ്ടല്ലോ ഈ അമ്മച്ചക്ക് ഈശ്വര വിശ്വാസം കൂടി. അയ്യോ അത് നല്ല കാര്യം കേട്ടോ. ഈശ്വര വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിൽ നല്ലതാ. കൂടുതലായിട്ടും വേണ്ട ഒരു സ്ഥാനമാണ് ഈശ്വര വിശ്വാസം. ഈ പ്രായത്തിലൊക്കെ ഈശ്വര വിശ്വാസം വളരെ നല്ലതാണ്. അതുകൊണ്ട് ഈ അമ്മച്ചി എല്ലാ ദൈവങ്ങളുടെ ഫോട്ടോ ഞാൻ കൂടെ കൊണ്ട് നടക്കും. ആണോ? മോനെ ഇത് കണ്ടു നോക്ക്. ഈശ്വരാ. അയ്യോ എടാ ദൈവങ്ങളുടെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഏതോ ബാലേക്കാരുടെ ഷോക്കാട് പാട്ട് നടക്കുന്നടാ. ഇത് ഷോക്കാടാ. നിനക്ക് ഷോക്കാടുണ്ടെങ്കിൽ നിന്റെ കൈ വെച്ചോണം. ഈ മറുകത്തൂർ കനവന് ഇന്ന് ഞാൻ കൊല്ലും. അമ്മച്ചിയെ ഇതെന്തു ഈ കലത്തിനകത്ത്? അയ്യോ അതെന്റെ ഭർത്താവിന്റെ ചിതാഭസ്മ മോനെ. ഈ ചിതാഭസ്മത്തെ എന്താ ഐ ആം സോറി എന്ന് എഴുതി വെച്ചേക്കുന്നത്? അത് എന്റെ ഒരു ടൈമിംഗ് മിസ്റ്റേക്ക് കൊണ്ട് പുള്ളി മരിച്ചതാ. അതുകൊണ്ടാ സോറി എഴുതിയേക്കുന്നത്. അല്ല ടൈമിംഗ് മിസ്റ്റേക്ക് കൊണ്ട് പുള്ളി എങ്ങനെയാ മരിക്കുന്നത്? അയാളെ ഒരു ഡാൻസർ ആയിരുന്നു. അപ്പൊ ചെറുപ്പം മുതലേ ഡാൻസ് കളിച്ച് നടന്നുകൊണ്ട് വീട്ടിലേക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ പട്ടിണിയും ദാരിദ്ര്യമായപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടും ഏതൊരു പുഴയിൽ പോയി ചാടാന്ന് പറഞ്ഞു. അങ്ങനെ പാലത്തിന്റെ മേളിൽ കയറി നിന്ന് ചാടാൻ നേരത്ത് 1 2 3 എന്ന് പറയും. പുള്ളി എടുത്തൊരു ഒറ്റ ചാട്ടം. അമ്മ ചാടിയില്ലേ? അയ്യോ എനിക്ക് ചാടാൻ പറ്റത്തില്ല. അന്ന് വ്രതമുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വ്രതം മുറിഞ്ഞു പോത്തില്ലേ? അല്ല എന്തിന്റെ പേരിലുള്ള വ്രതമായിരുന്നു? എന്റെ ഭർത്താവിന് ദീർഘായുസ് കിട്ടലെന്ന് അല്ല മോനെ. ഇപ്പൊ വേറൊരു പ്രശ്നമുണ്ട്. എന്നാ? പുള്ളിക്കാരൻ ഒരു റിവഞ്ച് മൈൻഡാ. റിവഞ്ച് മൈൻഡോ? എന്നത്തിന്റെ പേരില്? ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001-9001-56 8000-8001-20. അന്യ പുരുഷന്മാരാരെയും എന്റെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞ അപ്പ വന്നിങ്ങാരി കയറും. റോഡാണോ തോടാണോ വീടാണോ എന്നോ നോക്കത്തില്ല. അപ്പ തന്നെ പുള്ളി കിടന്ന് എക്സസൈസ് ചെയ്യുമായിരിക്കും. അല്ലെന്ന് ഡാൻസ് കളിക്കും. ദൈവമേ ഇത് എന്തൊരു തരത്തിലെ പാത ഇത്? ഒരു സ്ത്രീകൾക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാക്കരുത് മക്കളെ, ഉണ്ടാക്കരുത്. എന്റെ വീട്ടിലോട്ടുപോലെ പട്ടി തൊട്ടല്ലേ? கொஞ்சம் என் நெஞ்சில் வீண மூளும் ஈனம் பாடும் என் மோகம் சூடும் தென்னல் கரளில் சின்னும் பொன் திங்கள் என்னும் நாதம் லயம் வீண தேடும் ഉണരു നീ വീണു ചൊരിയു നീ രാഗം ഉണരു ഇതെന്നതായി കാണിക്കണത്? എന്താ പറ്റിയെന്നോ? നിങ്ങൾ എന്നെ കോപ്പറ ഇവിടെ കിടന്ന് കാണിക്കുന്നത്? നിങ്ങൾ ഇവിടെ കിടന്ന് ഡാൻസ് വരെ കളിക്കുക. അപ്പൊ അയാള് വന്നതാ എന്റെ ഭർത്താവ്. എന്റെ മോനെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ, ഞാൻ എന്തായാലും ചെയ്ത് അയാൾ എന്റെ ദേഹത്ത് കയറുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എടാ ഇങ്ങോട്ട് മാറിക്കേ. എടാ നിന്നോട് ഞാൻ ആമെന്ന് പറഞ്ഞല്ലേ പുള്ളിക്കാരുടെ ദേഹത്ത് പറയരുത്. പുള്ളി വന്ന് കൂടൂടാ. നീ ഇപ്പൊ എന്തുവാ ചെയ്തേ? നീ ഇപ്പൊ എന്തുവാ ചെയ്തേന്ന്? അയ്യോ கொஞ்சம் என் நெஞ்சில் வீண மூளும் ஈனம் பாடும் என் மோகம் சூடும் தென்னல் கரளில் சின்னும் பொன் திங்கள் என்னும் நாதம் லயம் வீണ தேடும். എന്തോടാ വിളിച്ചേ? അമ്മൂമ്മേന്ന്. അമ്മൂമ്മയല്ല പിന്നെ ശിവദാസൻ പിള്ള.
നിങ്ങൾ എവിടെ പോകാൻ വന്നോടാ? ഞങ്ങള് ബസ് നോക്കി. ബസ് കയറാൻ വേണ്ടി വന്ന വഴിയാത്രക്കാര്. ഇപ്പൊ ബസ് വരും. ഇപ്പൊ ബസ് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ 2 സ്റ്റെപ്പ് നിങ്ങളെ പഠിപ്പിക്കാം. ആദ്യം പുഴുവടിക്കാം. ഇത് പുഴുവടിയല്ല, പിന്നെ ഇത് നിങ്ങളുടെ കൃമികടി. ഓ ക്ഷമിക്കണം, അറിയാ പറഞ്ഞു പോയതാ. ഡാൻസ് കളിക്കടാ. ഡാൻസ് പറ്റത്തില്ല. അറിയത്തില്ല. ഡാൻസ് കളിക്കാം. ഡാൻസ് കളിക്കാൻ അറിയത്തില്ല. നിങ്ങൾ ഡാൻസ് കളിക്കണ്ട. എന്റെ ഒരു ആഗ്രഹം സാധിച്ചു തരണം. എന്നെ ആഗ്രഹം സാധിച്ചു തരണ്ടേ? ഞാനൊരു ഓണ സമയത്താണ് മരിച്ചത്. അതുകൊണ്ട് ഓണം കൂടാനും പറ്റിയില്ല. ഓണത്തിന്റെ ഒരു വൈബ് എനിക്ക് വേണം. എന്നാ വേണം? ഓണത്തിന്റെ ഒരു വൈബ് എനിക്ക് വേണമെന്ന്. ആത്മാവെന്ന് നോക്കത്തില്ല, ചെവിക്കല്ലടിച്ച് പൊളിക്കും ഞാൻ. നിങ്ങൾ എന്നെ വർത്താനം പറഞ്ഞത് ഈ ഓണത്തിന്റെ വൈബ് ഞാൻ എവിടെ കൊണ്ട് തരാനാ? ഇപ്പൊ എന്നോട് പറഞ്ഞോട് ഞാൻ ക്ഷമിച്ചു. ആ ചെറുക്കനോട് അങ്ങനെ പറഞ്ഞിരുന്നേ നിങ്ങളെ കൊന്നു കളഞ്ഞാണ്. എന്ത് അവൻ എടാ ഓണത്തിന്റെ ഇതെന്നാ കാണിക്കണേ? മാവേലി. മാവേലിയാ? എനിക്ക് ജീവനിൽ കൊതിയുണ്ടാ. വൈബിൽ ഉണ്ടാക്കി കൊടുക്കണം. ഓണത്തിന്റെ വൈബ് ഇതാ അമ്മേ. നാലുകെട്ടിനടുക്കളയിൽ നളപാകം നല്ല നാലുകറി സദ്യയുടെ കറിക്കൊരുക്കം ഉപ്പേരി വറുത്തെടുത്തത് കുന്നോളം നല്ല ചക്കര വരട്ടി വെച്ചത് മലയോളം ഒരാളിന്റെ കൈപുണ്യം കൊണ്ട് കൈവച്ചതൊക്കെയും സ്വാദുള്ളതായി പച്ചടി കിച്ചടി പപ്പട വട്ടങ്ങൾ ഓലനും കാളനും തയ്യാറായി ഓലനും തീയലും ചക്കപ്രധാനും മാമ്പഴ കൂട്ടാനും തയ്യാറായി കുട്ടിക്കൂറുമ്പന്റെ അപ്പനും എട്ടനും കട്ടിക്കറുപ്പനും വന്നാലേ മനസ്സും മനസ്സും കഥ പറഞ്ഞു അരപ്പുരവാതിൽ പടി തുറന്നു ചിരിമണിക്കിലുക്കം തുടിയുണർന്നു. അച്ചായോ? അച്ചായനാ? എടാ ഇത് അമ്മമ്മയാണല്ലേ? ആണ്ടെ പോയാള് തിരിച്ചു വന്നു. താണ്ടെ നിങ്ങളുടെ ഭർത്താവ് എന്നെ കോപ്പറേറ്റർ ഇവിടെ കിടന്ന് കാണിക്കുന്നേ. എടാ എന്റെ കാര്യം അറിയാലോടാ. ഇതിനകത്ത് കുടത്തിനകത്ത് അസ്ഥി ഉണ്ടല്ലോ, അതെവിടെയാലും കൊണ്ടൊന്ന് ഒഴുക്കി കഴിഞ്ഞാൽ എന്റെ ദേഹത്തുനിന്ന് ആ പുള്ളിക്കാരൻ അങ്ങ് പോയി കിട്ടും. ഇതുകൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നോണം അമ്മച്ചി പറഞ്ഞു ഉദ്ദേശിക്കുന്നത്. ആണ്. ഇത് ആദ്യമേ പറഞ്ഞാ പോരെ? ചുമ്മാ വെറുതെ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി. പോട്ട് തേങ്ങ. പൊട്ടിത്താലും പൊട്ടിയത് കണ്ടടാ. പൊട്ടിച്ച് കുഴപ്പമില്ല നിനക്ക്? എനിക്കൊരു കുഴപ്പമില്ല. നിനക്ക് കുഴപ്പമില്ലേ? എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ നിങ്ങളുടെ ദേഹത്ത് കയറിയോ? തൊട്ടു നോക്കേ. ഇല്ല ഇല്ലേ ഇല്ല ഇല്ല കയറിയില്ല. അപ്പൊ സിനിമയിൽ കാണുന്ന പോലെ ഇത് പൊട്ടിച്ച് ഞാൻ അതിനകത്ത് കയറില്ല. ഈ ഒരു പ്രശ്നത്തിന് വേണ്ടി ഇത്ര നേരം ഈ കഷ്ടമുള്ള പതിനഞ്ച് കൊല്ലം ചുമ്മാ ആവശ്യമില്ലാതെ ചുമ്മാ. നമ്മൾ നേരത്തെ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയിരുന്നത്? ഗൗരി ഒരു മിനിറ്റ്. ഒരു കോള് അറ്റൻഡ് വീട്ടിൽ നിന്ന് അമ്മച്ചി കഴിഞ്ഞിട്ട് അമ്മ ഡാൻസ് കളിക്കുന്നോ? ഏത് പാട്ടാ അമ്മ ഇട്ടേക്കണേ? ഡിസ്കോ ഡാൻസർ. എന്റെ അപ്പം വീടിന്റെ പേരപ്പുറത്തിരുന്ന് ഡാൻസ് കളിക്കുന്നോ? അമ്മൂമ്മ ഞാനില്ല ഇപ്പൊ എന്നാ ചെയ്യും? അങ്ങനെയാണ് ഞാൻ പറയുന്ന നമ്പർ അടിക്കേ. 99 46 81 40 73 40 73. ഇത് 6 നമ്പരാ. സർഗംബിനു. സർഗംബിനു അതാരാ? പ്രോഗ്രാം ഏജൻസ്. എടാ നിന്റെ അച്ഛൻ ഓണത്തിനെങ്കിലും നല്ല 2 പരിപാടി കിട്ടട്ടെന്ന്. അമ്മച്ചി